ആ അപരപ്രിയത്വത്തെ ഭൗതികമായ സമരമുഖങ്ങളിലേക്ക് കൊണ്ടുവന്ന് ആ അപരപ്രിയത്വത്തെ രാഷ്ട്രീയമായ ഒരു പ്രായോഗിക കാര്യപരിപാടിയാക്കി മാറ്റാൻ കേരളത്തിലെ വലിയ ഒരു സമര പാരമ്പര്യത്തിന് കഴിഞ്ഞു. ഇന്ന് ഈ അപരപ്രിയത്വത്തിന് എന്ത് സംഭവിക്കുന്നു എന്ന് നാം ആലോചിക്കേണ്ടത്. ഒരർത്ഥത്തിൽ ഈ അപരപ്രിയത്വമൊക്കെ കേരളത്തിൽ രൂപപ്പെട്ടു വന്ന 1920 മുതൽ 60 വരെയുള്ള 4 പതിറ്റാണ്ടിൽ കേരളം അനുഭവിച്ച സാമൂഹ്യ സാമ്പത്തിക സുരക്ഷയുടെ പല മടങ്ങ് സാമൂഹ്യ സാമ്പത്തിക സുരക്ഷ ഇന്ന് കേരളത്തിൽ എല്ലാ മനുഷ്യർക്കും. പക്ഷെ അന്നുണ്ടായിരുന്ന സാമൂഹിക അവബോധത്തിൻ്റെ ഏതാണ്ട് വിപരീത സ്ഥിതിയിലാണ് ഇന്ന് കേരളത്തിലെ സാമൂഹ്യ അവബോധം. ഇതാണ് കേരളം നേരിടുന്ന പ്രതിസന്ധി. ഭൗതിക വളർച്ചയില്ല എന്നൊന്നും പറഞ്ഞാൽ ശരിയല്ല, അത് ആര് പറഞ്ഞാലും ശരിയല്ല. ശശി തരൂർ പറഞ്ഞു എന്നുള്ളത് കൊണ്ട് കോൺഗ്രസ്സുകാർ ക്ഷോഭിച്ചിട്ട് കാര്യവുമില്ല, അതവിടെ ഉണ്ട്. ഈ കണക്കൊന്നും നിങ്ങൾക്ക് ഇല്ലാണ്ടാക്കാൻ പറ്റില്ല. ഈ പയ്യന്മാർ 6 ആണെന്നുള്ളത് റദ്ദാക്കാൻ പറ്റും. 1000 കുഞ്ഞുങ്ങൾ ജനിക്കുമ്പോൾ 6 പേരെ മരിക്കുന്നുള്ളൂ. യു.പിയിൽ 45 പേര് മരിക്കും, മധ്യപ്രദേശിൽ 48 പേര് മരിക്കും, ഇവിടെ 6 പേരെ മരിക്കുള്ളൂ. അത് നമ്മുടെ പല പതിറ്റാണ്ടുകൊണ്ട് വികസിച്ച നമ്മുടെ ആരോഗ്യ പരിപാലനമാണ്. 100 കുഞ്ഞുങ്ങൾ ജനിച്ചാൽ ഏതാണ്ട് 96-97 കുഞ്ഞുങ്ങളും സ്കൂളിൽ ചേരും. ചേരാത്ത 2-3 കുഞ്ഞുങ്ങൾ എന്ന് പറയുന്നത് ശാരീരിക വൈകല്യങ്ങളോ അല്ലെങ്കിൽ അത്തരം വെല്ലുവിളികളോ നേരിടുന്നതുകൊണ്ടാണ്, അല്ലാതെ സ്കൂളില്ലാഞ്ഞിട്ടല്ല. അങ്ങനെ എല്ലാ തലങ്ങളിലും ഈ മാറ്റം ഉണ്ടായിട്ടുണ്ട്. അതില്ലാണ്ടാവുന്നില്ല. അത് നമ്മൾ രാഷ്ട്രീയം പറഞ്ഞ് മറച്ചു പിടിക്കേണ്ട കാര്യവുമില്ല. അത് കേരളത്തിൻ്റെ വലിയൊരു മികവ് തന്നെയാണ്. പക്ഷേ ഈ മികവിൻ്റെ സാമൂഹ്യ ഫലമുണ്ടോ? ഞാനതാ ചോദിക്കുന്നത്. ഈ മികവ് സാമൂഹ്യ ബോധത്തിൽ റിഫ്ലക്റ്റ് ചെയ്യുന്നുണ്ടോ? റിഫ്ലക്റ്റ് ചെയ്യുന്നില്ല എന്ന് മാത്രമല്ല, അതിൻ്റെ വിപരീത യുക്തിക്ക് ഇന്ന് വലിയ മേൽക്കൈ. ജാതീയത, ആചാരഭ്രാന്ത്, ആർഭാടഭ്രാന്ത്. ആർഭാടഭ്രാന്ത് എന്നൊക്കെ പറഞ്ഞാൽ കേരളത്തിന് വല്ല അന്തമുണ്ടോ? കേരളത്തിലൊരു ശരാശരി മലയാളിയുടെ 2 ജീവിത ദൗത്യങ്ങൾ എന്താണെന്നറിയോ? ഒന്ന്, ഒരു 10-30-40 വയസ്സാകുമ്പോഴേക്കും 10-20 ലക്ഷം രൂപ ലോൺ എടുത്തിട്ട്, 50 ലക്ഷം രൂപ ലോൺ എടുത്തിട്ട് ഒരു വീട് പണിയാം. ആ ലോണൊക്കെ അടച്ച് തീരാറാകുമ്പോഴേക്കും പിന്നെ 50 ലക്ഷം രൂപ ലോൺ എടുത്ത് മോളെ കല്യാണം കഴിക്കാം. അത് അടച്ചു തീരുമ്പോൾ മരിക്കാം. ഇത് കേരളത്തിൻ്റെ ഒരു സ്വാഭാവിക രീതിയാണ്. ഞാനിത് പറയണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ പണവും ഇതിൽ ചെലവാക്കുന്ന അധ്വാനവും വാസ്തവത്തിൽ ആവശ്യമുള്ളതാണ്. നാരായണ ഗുരു പറഞ്ഞത് 9 പേര് മതിയെന്നാണ്. വരൻ, വധു, വരൻ്റെ വധുവിൻ്റെ മാതാപിതാക്കൾ, വരൻ്റെ വധുവിൻ്റെ ഓരോ സുഹൃത്തുക്കൾ, പൊതുകാര്യ പ്രസക്തനായ ഒരാൾ. 9 ആൾ മതി വിവാഹത്തിനെന്നാണ്. 9000 പേരെ വിളിച്ചിട്ട് മതിയാവണില്ല എപ്പോഴും.